എടീ അന്നമ്മോ ദേ. എന്നതാ മനുഷ്യ തൊള്ള വലിച്ചു കീറുന്നത്? ഡീ അന്നമ്മേ, പെണ്ണേ ഇങ്ങോട്ടൊന്ന് വാടി. ഓ, ഈ മനുഷ്യന്റെ ഒരു കാര്യം. എന്നതാ പറ. ഡീ അന്നമ്മേ, ഞാൻ ഒറ്റയ്ക്കിരുന്നപ്പോൾ ഓർക്കുമായിരുന്നു. ആ, എന്നാൽ കുത്തിയിരുന്ന് ബാക്കിയും കൂടി അങ്ങ് ഓർത്തോ. ഞാൻ പോവുക, എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. ഹാ നിക്കടി പെണ്ണേ. ഹാ, കൊള്ളാലോ, രാവിലെ ഒരു ശൃംഗാരവേ. പോ അവിടുന്ന്. അതല്ലടി, നമ്മുടെ മുട്ടച്ചിറ പള്ളിയിലെ പെരുന്നാളാഘോഷം. ഹോ, എന്നതായിരുന്നു. അതായിരുന്നോ? ശരിയാ, പള്ളി നിറയെ ആളുകളും ബഹളവും പിന്നെ അച്ഛൻ്റെ പ്രസംഗവും കുർബാനയും. ഹോ, എന്ത് രസമായിരുന്നു. അതല്ലടി ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്നതാ മനുഷ്യ നിങ്ങൾ ഉദ്ദേശിച്ചത്? നമ്മൾ ആദ്യം കണ്ടതും മിണ്ടിയതുമൊക്കെ. ഹോ, അതായിരുന്നോ ഈ വളഞ്ഞു കുത്തിക്കിടന്ന് ആലോചിച്ചു കൂട്ടിയത് മൊത്തവും? നിങ്ങൾ ആള് കൊള്ളാലോ മനുഷ്യ. അതെന്നതാടി, ഉള്ളതല്ലേ. അന്ന് നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്നു ഞാൻ അറിഞ്ഞു. ചുമ്മാതിരി മനുഷ്യ, പിള്ളേരകത്തുണ്ട്. വയസ്സാം കാലത്ത് ഓരോ വർത്തമാനം. എനിക്ക് നാണമാവുന്നു. അയ്യോ, നാണം വരുന്നൊരു സാധനം. പോയി കട്ടൻ കാപ്പി എടുത്തോണ്ട് ഓടി അന്നമ്മേ. ആഹാ, കൊള്ളാലോ, കട്ടൻ കാപ്പി കുടിക്കാനുള്ള പൂതിയായിരുന്നു അല്ലേ? ചുമ്മാതല്ല മനുഷ്യൻ വളഞ്ഞു കുത്തിക്കിടന്ന് ഓഞ്ഞ പാട്ടുപാടിയത്. പോയി കാപ്പി എടുത്തോണ്ട് വാടി എൻ്റെ അന്നമ്മേ. കാപ്പി കാപ്പി എന്നുള്ള ഒരൊറ്റ ചിന്തയുള്ളൂ. എല്ലാത്തിനും ഞാൻ ഒരുത്തി തന്നെ കിടന്നോടണം. എൻ്റെ തലവിധിയെ 3-4 ഉള്ളതാ. ഒറ്റൊരെണ്ണത്തിനെ കൊണ്ടും എനിക്കൊരു ഗുണവുമില്ല. ഡീ അന്നക്കുട്ടിയെ, പെണ്ണേ, അന്നക്കുട്ടി. എൻ്റെ അന്നമ്മേ, നീ എന്തിനാടി ഇങ്ങനെ കിടന്ന് തൊള്ള കീറുന്നത്? അന്നമോള് പിള്ളേരോടൊപ്പം കളിക്കുമായിരിക്കും. മനുഷ്യ, നിങ്ങൾ എന്നതായി പറയുന്നത്? ഈ പ്രായത്തിൽ പെൺപിള്ളേർ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കേണ്ട കാലമാ, അറിയാമോ? അതിന് അന്നമോൾ എന്നാ ചെയ്തെന്നാ നീ പറയുന്നത്? അത് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവില്ല മനുഷ്യ. പെണ്ണിനെ കുഞ്ഞു പ്രായമല്ല, അറിയാമോ? വയസ്സ് 13 കഴിഞ്ഞു. കെട്ടുപ്രായമായി. ഇത് വല്ലതും പറഞ്ഞാൽ ഇത് ഞാൻ എന്തറിയാം? അല്ലേ, നീ പറയണത് കേട്ടാൽ തോന്നുമല്ലോ പെണ്ണ് കെട്ടുപ്രായം കഴിഞ്ഞ് നിപ്പാണെന്ന്. നീ ഒരു കാര്യം ചെയ്യ്, എനിക്കിച്ചിരി കാപ്പി കൊണ്ടുതാ. കാപ്പിതാ മനുഷ്യ, പറമ്പിലോട്ട് പോയി ആ പശുവിനെ ഒന്ന് മാറ്റിക്കെട്ടിച്ച് വാ, ചെല്ല്. എടി അന്നക്കുട്ടിയെ, ഈ പെണ്ണ് എവിടെ പോയി കിടക്കുന്നു? ഒരു കാര്യത്തിനും കൊള്ളില്ല. എല്ലാത്തിനും ഞാൻ കിടന്നോടണമല്ലോ, എൻ്റെ മാതാവേ. അതിനാടി ഞാൻ പറയണത്, ആവശ്യത്തിന് വേലക്കാരികളെ വെക്കാൻ. അത് വേണ്ട, ആ ബൂതി മനസ്സിൽ വെച്ചാൽ മതി. ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാൻ തൽക്കാലം ഞാൻ മതി. പിന്നെ അത്യാവശ്യത്തിന് റാഹേലുമുണ്ട്, അത് മതി. ആ, മതിയെങ്കിൽ മതി. എന്നാലും ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്തോന്ന്? നമ്മുടെ മുട്ടച്ചിറ പള്ളിയിലെ പെരുന്നാളും ബഹളവും പിന്നെ നമ്മൾ ആദ്യം കണ്ടതുമൊക്കെ. ദേ മനുഷ്യ, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഒരു പെരുന്നാൾ, എൻ്റെ മാതാവേ, ഏത് സമയത്താണോ എന്തോ ആ പെരുന്നാളിന് ഞാൻ പോയത്. എൻ്റെ ഒരു തലവിധിയേ. ഓണം വരാൻ മൂലമൊരു കാരണം, അല്ലാതെ എന്തു പറയാനാ? വരാനുള്ളത് വന്നു. എന്തോന്നാ മനുഷ്യ പിറുപിറുക്കുന്നത്? ഓ, ഒന്നുമില്ല. നീയോ ചെയ്യത്തുമില്ല, ആ അന്നക്കൊച്ചിനെ കൊണ്ടൊന്നും ചെയ്യിക്കത്തുമില്ല. അന്നമോളെ കൊണ്ട് പണിയെടുപ്പിക്കാനോ? വേണ്ട, എൻ്റെ കുഞ്ഞ് പണിയൊന്നും ചെയ്യണ്ട. പെറ്റിട്ടേച്ച് തള്ള പോയി. എൻ്റെ ഈ കയ്യിലോട്ട് ഏൽപ്പിച്ചിട്ട് മറിയമ്മങ്ങൾ എന്നതാ പറഞ്ഞത്? എൻ്റെ മോളെ തങ്കക്കുടം പോലെ നോക്കണേന്ന്. അതിനിപ്പോ എന്നാ പറ്റേടി അന്നമോൾക്ക്? അവൾ അടക്കോ ഒതുക്കോ ഉള്ള സൽസ്വഭാവി ഒരു സുന്ദരിയല്ലേ? ഈ അടുത്ത് ഇതേപോലെ ഒരു പെൺകൊച്ചുണ്ടോ? അതാ മനുഷ്യ എൻ്റെയും പേടി. ഈ ചെമ്പകശ്ശേരിയിലും മുട്ടച്ചിറയിലും ഇതുപോലൊരു കൊച്ചില്ല. നല്ല നല്ല തറവാട്ടിലെ തള്ളമാര് എത്ര പേരാ പള്ളിയിൽ വെച്ച് എന്നോട് പെണ്ണിനെ ചോദിക്കുന്നതെന്നറിയാമോ? ആഹാ, അതിനിടയ്ക്ക് അതും നടന്നോ? അപ്പോൾ നീ ഉടുത്തൊരുങ്ങി പള്ളിയിൽ പോകുന്നത് പ്രാർത്ഥിക്കാനല്ല, സംബന്ധം ആലോചിക്കാനായിരുന്നല്ലേ? ശരി, ഞാൻ ജോയി അച്ഛനെ ഒന്ന് കാണുന്നുണ്ട്. പോ മനുഷ്യ, പാവ അച്ഛനെ വിട്ടേക്ക്. ദൈവം നമുക്കൊരു പെൺകൊച്ചിനെ തന്നില്ല. ആ കുറവ് എൻ്റെ അന്നമോളാ മാറ്റുന്നത്. നീ കരയാതിരി, ദാ നമ്മുടെ മോള് വരുന്നുണ്ട്. എന്നെ വിളിച്ചായിരുന്നോ അമ്മച്ചി? ഇതാ നല്ല കൂത്ത്. ഞാൻ ഇവിടെ കിടന്ന് തൊണ്ട കീറിയിട്ട് നീ അറിഞ്ഞില്ലേ പെണ്ണേ? ഞാൻ അപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അമ്മച്ചി.
ഞാനിവിടെ ഒരുത്തി കിടന്ന് നടുവടിക്കുന്നു. പെണ്ണ് പട്ടാപ്പായിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നെന്നോ? കേട്ടോ മനുഷ്യ? നീ വെറുതെ എൻ്റെ മോളെ വഴക്ക് പറയാതെ. പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ? അല്ലേ, പെണ്ണിനെ എന്തേലും പറയുമ്പോൾ പണ്ടേ ഉള്ളതാ ഈ മനുഷ്യന്റെ ഒരു വക്കാലത്ത്. ചുമ്മാതല്ല ഞാൻ പറയണതൊന്നും പെണ്ണ് കേൾക്കാത്തത്. മോൾ അമ്മച്ചിയുടെ അടുത്ത് നിൽക്ക്. പേരപ്പൻ പറമ്പിലോട്ടൊന്ന് പോയേച്ച് വരാം. അപ്പൊ നിങ്ങൾക്ക് കാപ്പി വേണ്ടേ മനുഷ്യ? ഇനി എന്തിനാടി കാപ്പി? ഒരു ഊണ് കഴിച്ച പോലെ ആയി. എന്നാലും ഞാൻ ആലോചിക്കുകയായിരുന്നു. ആ പെരുന്നാളല്ലേ പേരപ്പ? അതെ അതെ, വെറുതെ പോകണ്ടായിരുന്നു. മനുഷ്യ ദേ പറഞ്ഞേക്കാം കേട്ടോ. അമ്മച്ചി പറ, ഞാൻ എന്നാ വേണം? എടി റാഹേലേ, റാഹേലേ, ഒന്നിങ്ങോട്ട് വാടി. അമ്മച്ചി എന്തിനാ റാഹേലമ്മയെ വിളിക്കുന്നത്? എന്നാ കൊച്ചമ്മേ? എടി റാഹേലേ, നീ ഒന്ന് നോക്കിക്കേ എന്റെ പെണ്ണിനെ. ഇവളിത് എന്ത് ഭാവിച്ചാ? കസവും കൊണ്ട് ഞാൻ എത്രയാ വാങ്ങി വെച്ചിരിക്കുന്നത്. എന്നാത്തിനാ? അത് പിന്നെ എനിക്കറിയത്തില്ലേ, നമ്മുടെ അന്ന കൊച്ചിന് കൊടുക്കാൻ. എന്നിട്ട് നോക്കടി, വേലക്കാരികളെക്കാട്ടിലും കഷ്ടമായിട്ടാ ഇവള് നടക്കുന്നത്. എന്നെ പേര് കേൾപ്പിക്കാനല്ലയോ എന്റെ ഈശോയെ. അത് പിന്നെ അമ്മച്ചി, വീട്ടിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ പോരെ? പോടി നിന്റെ പാട്ടിന്. അവക്ക് വളയും തളയും എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാനാ, ഈ പൊട്ടിപ്പെണ്ണിന് ഒന്നും ഇടുന്ന ഇഷ്ടമല്ല. എൻ്റെ അമ്മച്ചി, ഇപ്പോഴേ ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ പിള്ളേരെന്നെ മണവാട്ടി എന്നാണ് കളിയാക്കി വിളിക്കുന്നത്. എനിക്കിതൊന്നും വേണ്ട അമ്മച്ചി. കേട്ടോടി റാഹേലെ പെണ്ണ് പറയുന്നത്? 13 കഴിഞ്ഞു, കല്യാണപ്രായമായി. അവൾക്ക് ആഭരണമിടുന്നത് നാണക്കേടാണെന്ന്. ഞാനിത് കേൾക്കണം. എൻ്റെ അമ്മച്ചി കരയാതെ. എൻ്റെ കൊച്ചമ്മേ, കൊച്ചെല്ലാം ഇട്ടോളും, കല്യാണം ആവട്ടെ. എൻ്റെ കൊച്ചിനെ ഞാൻ നല്ല ഒന്നാന്തരമായിട്ട് കെട്ടിച്ചു വിടും. അതിനുള്ള എല്ലാം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അറിയാമോ നിനക്ക്? നീ അപ്പുറത്ത് പോയി പണിയെടുക്ക്. അല്ലേ കഥ കേൾക്കാൻ നിൽക്കുന്നു. ഇതിപ്പോൾ നല്ല കളിയായി. അപ്പുറത്ത് പണിയെടുത്തുകൊണ്ടിരുന്ന് എന്നെ വിളിച്ചു വരുത്തിയിട്ട്. ദേ അന്നക്കുട്ടിയുടെ കൂട്ടുകാരി ലക്ഷ്മിക്കുട്ടി വരുന്നുണ്ട്, ഞാൻ പോകുക. അന്നക്കുട്ടിയെ എന്നാ എടുക്കുവാ? അമ്മച്ചിയും മോളും വളരെ കാര്യമായിട്ട് എന്തോ പറയുവാണെന്ന് തോന്നല്ലോ. കേറി വാ ലക്ഷ്മി. അതെ മോളെ ലക്ഷ്മി, നിനക്കറിയാമോ ഈ അന്നക്കൊച്ച് ഞങ്ങളെ വിഷമിപ്പിക്കുക. അതെന്നാ അന്നക്കുട്ടി നീ കാട്ടണേ? മോളെ, ഇവൾക്ക് നല്ല നല്ല കല്യാണങ്ങൾ വരുന്നുണ്ട്. ഇവൾക്ക് അതിനുള്ള വകകളും ഞാൻ ഒരുക്കുന്നുണ്ട്. ഇവൾ ഒന്നും സമ്മതിക്കുന്നില്ല. നീ ഒന്ന് മനസ്സിലാക്കി കൊടുക്ക്. എടി നസ്സാനി പെണ്ണേ, കൊള്ളാമല്ലോ. നിന്റെ കല്യാണം തീരുമാനമായല്ലേ? കൊച്ചു കള്ളി, എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. എൻ്റെ ലക്ഷ്മി, പേരമ്മ പറയുന്നത് നീയല്ലേ വിശ്വസിക്കൂ. ഈ പ്രായത്തിൽ കല്യാണം കഴിക്കുന്ന തെറ്റല്ലേ? മാത്രവുമല്ല, എനിക്ക് കല്യാണമേ വേണ്ട. കല്യാണം വേണ്ടെന്നോ? പിന്നെന്താ നിന്റെ പ്ലാൻ? എനിക്ക് പഠിക്കണം. പഠിച്ച് വലുതായിട്ട് മഠത്തിൽ ചേരണം. ഈശോയെ അറിയുന്ന, ഈശോയെ സ്നേഹിക്കുന്ന നല്ലൊരു കന്യാസ്ത്രീ ആവണം. അതെന്നാടി, മഠത്തിൽ ചേർന്നാൽ പിന്നെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല? ഇല്ലടി, എനിക്ക് ഈശോയുടെ മണവാട്ടി ആവണം. അതാണ് എൻ്റെ ഇഷ്ടം. അയ്യോടി, അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ നമ്പൂതിരിമാരുടെ ഇടയിലൊന്നും ഇങ്ങനെയുള്ള ഏർപ്പാടുകളൊന്നുമില്ല, അതാ. അതേ ലക്ഷ്മി, ഇത് ഞങ്ങളുടെ കൂട്ടക്കാരുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ. എൻ്റെ അന്നക്കുട്ടി, എനിക്കാണെങ്കിൽ നേരെ തിരിച്ചാ. വല്ല നായന്മാരോ നമ്പൂതിരിമാരോ വന്ന് ഉടനെ തന്നെ എന്നെ വേലി കഴിക്കണേന്നാ എൻ്റെ പ്രാർത്ഥന. എൻ്റെ ദേവി, എന്നെ പെട്ടെന്ന് കെട്ടിക്കണേ. അങ്ങനെ പറഞ്ഞുകൂടെ എൻ്റെ ലക്ഷ്മിക്കുട്ടി? ഇവളുടെ തലയ്ക്ക് ഓളമാ. ഞാൻ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഇപ്പോഴാണേ നല്ലൊരു ആലോചന ഒത്തുവന്നിട്ടുണ്ട്. നമുക്കിത് നടത്തണം. എനിക്ക് കല്യാണം വേണ്ട അമ്മച്ചി, എനിക്ക് പഠിച്ചാൽ മതി. അതെല്ലാ പെൺകുട്ടികളും ആദ്യം പറയും. ഈ ഞാനും അങ്ങനെയായിരുന്നു. നിന്റെ പേരപ്പനെ കാണുന്നത് വരെ. കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ കെട്ടണമെന്ന് തോന്നി. അല്ല അമ്മച്ചി, സത്യമായിട്ട് ഞാൻ പറയുക, എനിക്ക് മഠത്തിൽ ചേർന്നാൽ മതി, കല്യാണം വേണ്ട. മഠത്തിൽ ചേർന്ന് കന്യാസ്ത്രീ ആവാനോ? നീ എന്ത് പോക്കണക്കേടാ പറയുന്നത്? അമ്മച്ചി, സത്യമായിട്ട് ഞാൻ പറയുകയാ. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയെ നിത്യവും ഞാൻ സ്വപ്നം കാണാറുണ്ട്. അമ്മ എന്നോട് എപ്പോഴും സംസാരിക്കാറുണ്ട്. എൻ്റെ കൂട്ടിന് മാതാവ് അയച്ചതാ ആ പുണ്യവതിയെ. എന്നെ കല്യാണത്തിന് നിർബന്ധിക്കരുത് അമ്മച്ചി. ദയവായി കർത്താവിനെ ഓർത്ത് ഞാൻ യാചിക്കുകയാണ്. നീ എന്നെ കരയിപ്പിക്കുവാണല്ലോടി.
നീ എന്ത് പറഞ്ഞാലും നിന്നെ ഞാൻ കന്യാസ്ത്രീ ആക്കില്ല, മഠത്തിലും ചേർക്കില്ല. സത്യം സത്യം സത്യം. എന്റെ ജോസഫേ, കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണ്. അന്നക്കൊച്ചിന് ഒരു രീതിയിലും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഇവിടെ അന്നമ്മയുടെ സ്വഭാവം അറിയാലോ. എനിക്കറിയാം ചേട്ടായി, അന്ന ചേച്ചിയുടെ സ്നേഹം എനിക്ക് നന്നായി അറിയാം. ആ സ്നേഹ കൂടുതലാണ് ഇപ്പോൾ ഈ വിഷമത്തിനുള്ള കാരണവും. ഞാനൊന്ന് അന്നമോളോട് സംസാരിക്കട്ടെ? അങ്ങനെയൊന്ന് ശ്രമിക്കണം. മോൾക്ക് കന്യാസ്ത്രീ ആവാനുള്ള മോഹം കലശലാണ്. പക്ഷേ ആകെയുള്ള ഒന്നിനെ കന്യാസ്ത്രീയാക്കാൻ പറ്റില്ലല്ലോ. മോളെ അന്നക്കുട്ടേ, ദേ നിന്റെ അപ്പൻ കുടമാളൂരിന്ന് വന്നിട്ടുണ്ട്. ഒന്നിങ്ങോട്ട് വന്നേ. അപ്പച്ചാ, നീ എന്നെ എടുക്കുമായിരുന്നു മോളെ? ഞാൻ അപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പച്ചാ. അവിടെ എന്നാ ഉണ്ട് വിശേഷം? ചേച്ചിമാരൊക്കെ സുഖമായിരിക്കുന്നുവോ? ദൈവകൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നു മോളെ. എല്ലാവരും മോളെ അന്വേഷിച്ചതായി പറയാൻ പറഞ്ഞു. പിന്നെ എവിടെ മോളെ നിന്റെ അമ്മച്ചി? അമ്മച്ചി പറമ്പിലേക്ക് ഇറങ്ങി അപ്പച്ചാ. എന്നാ ചെയ്യാനാ, പറമ്പിലോട്ട് പോലും പെണ്ണിനെ ഇറക്കത്തില്ല. നിങ്ങൾ അപ്പനും മോളും സംസാരിച്ചിരിക്കെ ഞാൻ ദാ വരുന്നു. മോളെ, നീ അമ്മച്ചിയെ സങ്കടപ്പെടുത്തി എന്ന് കേട്ടു. നേരാണോ? അയ്യോ, ഞാനോ? എൻ്റെ ഈശോയെ! അതെ, നീ അമ്മച്ചി പറയുന്നത് കേക്കില്ല, നിനക്ക് കല്യാണം വേണ്ട എന്നൊക്കെ. അതായിരുന്നോ? അപ്പച്ച, എന്നെ മഠത്തിൽ ചേർക്കണം. എനിക്ക് നല്ലൊരു കന്യാസ്ത്രീ ആവണം. അതിന് എന്നെ എല്ലാവരും അനുഗ്രഹിക്കണം. മോളെ, നീ ഞങ്ങളെയൊക്കെ വിഷമിപ്പിക്കുവാണല്ലോടി. ജോസഫേ, പെണ്ണിന്റെ വർത്താനമൊക്കെ കേട്ടില്ലേ? ദൈവം വെച്ച് അങ്ങനെയാണേ. അങ്ങനെ ആവട്ടെ ചേച്ചി. എന്നാ വർത്തമാനമാ ജോസഫ് പറയുന്നത്? ഇത്രയും വളർത്തി വലുതാക്കിയിട്ട് അവളുടെ ഇഷ്ടത്തിന് വിടാനോ? കൊള്ളാലോ. ഞങ്ങളുടെ എല്ലാ സമ്പാദ്യം വിറ്റിട്ടായാലും ഇവളെ ഞാൻ നല്ല തറവാട്ടിൽ തന്നെ കെട്ടിക്കും. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഇഷ്ടം ഈശോയെ മണവാളനാക്കാനാണ്. എന്നെ മഠത്തിൽ ചേർക്കാമോ? കേട്ടോ ഇവൾ പറയണ പോക്കണക്കേട്? മരിച്ചാലും നിന്നെ ഞാൻ മടത്തി വിടില്ല. എൻ്റെ ഈശോയ്ക്ക് വേണ്ടി മരിക്കാനും ഞാൻ ഒരുക്കമാ. എനിക്ക് കല്യാണം വേണ്ട അമ്മച്ചി. എൻ്റെ ഈശോയെ, എനിക്ക് അങ്ങയെ സ്നേഹിച്ച് ജീവിക്കാനാണ് ഇഷ്ടം. അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഞാൻ തയ്യാറാണ്. എൻ്റെ ചുറ്റിലുമുള്ളവർ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? ആരെയും വേദനിപ്പിക്കാൻ എനിക്കിഷ്ടമല്ല. എന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ പറയുന്നത് എന്നെനിക്കറിയാം. എൻ്റെ അമ്മച്ചിക്കും അപ്പനും പേരപ്പനും എല്ലാം സങ്കടമുണ്ട്. പക്ഷേ അവരെക്കാൾ ഉപരിയായി ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നു. എല്ലാവരുടെയും മനസ്സ് മാറി എന്നെ മഠത്തിൽ വിടാൻ എൻ്റെ മാതാവേ എന്നെ അനുഗ്രഹിക്കണേ. എല്ലാറ്റിനും കാരണം എൻ്റെ ഈ നശിച്ച സൗന്ദര്യമാണല്ലോ. ഇത് നശിച്ചാലേ മതിയാവൂ. ഈശോയെ, ഈ സൗന്ദര്യമാണല്ലോ എല്ലാത്തിനും തടസ്സം. ഞാൻ ഈ തീക്കുഴിയെ ചാടി എൻ്റെ സൗന്ദര്യം ഇല്ലാതാകട്ടെ. ഈശോയെ, അങ്ങ് മാത്രം മതി എനിക്ക് കൂട്ടി. മോളെ, എൻ്റെ മോളെ, എന്തിനാണ് നീ ഇത് ചെയ്തത്? എന്റെ കർത്താവേ, എന്റെ കൊച്ചിന്റെ ദേഹം ആകെ പൊള്ളിയല്ലോ. അയ്യോ, എനിക്കിത് കാണാൻ മേലായേ. അയ്യോ, എന്റെ കൊച്ചിന് ഇത് എന്ത് പറ്റിയോ? എന്റെ മോളെ, എന്തിനാണ് നീ തീയിൽ ചാടിയത്? എന്റെ കർത്താവേ! അമ്മച്ചി പറ, എന്നെ മഠത്തിൽ വിടാമെന്ന് പറ അമ്മച്ചി. എന്റെ മോളെ, കർത്താവാണേ നിനക്കതാണ് ഇഷ്ടമെങ്കിൽ ഈ അമ്മച്ചി ഇനി തടസ്സം നിൽക്കില്ല. സത്യമായിട്ടും എന്റെ മോളെ ഞാൻ മടത്തി വിട്ടേക്കാമേ.
എൻ്റെ കുഞ്ഞ്. മാതാവേ, എന്റെ ഈശോയെ നിനക്ക് നന്ദി, 1000 നന്ദി. സ്നേഹപൂർണമായ എതിർപ്പുകളെ അവഗണിച്ച് സഹനവഴികളിൽ വിശുദ്ധിയുടെ പരിമളം പരത്തിയ അന്നമോൾ 1927 പെന്തക്കോസ്താ ദിനത്തിൽ ഭരണങ്ങാനം ഫ്രാൻസിസ്കൽ ക്ലാരമഠത്തിൽ ചേർന്നു. 1928 ഓഗസ്റ്റ് 2 ശിരോവസ്ത്ര ആഘോഷവേളയിൽ അൽഫോൻസ എന്ന സ്വർഗീയ നാമം സ്വീകരിച്ച് അന്നക്കുട്ടി ഈശോയെ തന്റെ മണവാളനായി ചേർത്തു. തന്റെ സന്യസ്ത ജീവിതത്തിലുടനീളം വിവിധ രോഗത്താൽ കഠിനമായ കഷ്ടത അനുഭവിച്ചപ്പോഴും ഈശോയുടെ 5 തിരുമുറിവുകളെ ഓർത്ത് ധ്യാനിച്ച് ക്ഷമയോടെ സഹിച്ച അമ്മ ഈശോയെ സ്നേഹിച്ച് ജീവിച്ചു. 1946 ജൂലൈ മാസം 28 ഞായറാഴ്ച ഈഹലോകത്തു നിന്നും ദൈവസന്നിധിയിലേക്ക് മടങ്ങി. 2008 ഒക്ടോബർ 12 പരിശുദ്ധ ബെനഡിക്ട് 16 മാർപ്പാപ്പ ഭാരതത്തിൽ നിന്നും ആദ്യമായി ഒരു വനിതയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതായി പ്രഖ്യാപിച്ചു. വിശുദ്ധ അൽഫോൻസാമ്മ. കുടമാളൂരിൽ വിരിഞ്ഞ അന്നക്കുട്ടി എന്ന ആ ചെമ്പനി നീർപ്പൂവ് വിശുദ്ധ അൽഫോൻസാമയായി മാറി. വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.